അള്ളാഹു ഏറ്റവും അടുത്തവനാണ്, അവനോട് തന്നെ നേരിട്ട് ചോദിച്ചുകൂടെ? പിന്നെ എന്തിനാണ് യാക്കൂബ് നബി ഇടയാളനാക്കിയത്? ഒരാൾക്ക് സ്വന്തം പ്രാർത്ഥിക്കുകയും ചെയ്യാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. യാക്കൂബ് നബിന്റെ മക്കള് യാക്കൂബ് നബിയേക്കാൾ താഴ്ന്നവരാണ്. യാക്കൂബ് നബി അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുമായി ഏറ്റവും അടുത്തവരുമാണ്. അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് നമുക്കും അങ്ങനെ ആവശ്യപ്പെടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ വന്നിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മിമ്പറിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മഴ പെയ്തു. അടുത്ത ആഴ്ച വന്നിട്ട് വേറൊരാൾ പറഞ്ഞു, മഴ പെയ്തിട്ട് ഞങ്ങളാകെ ബുദ്ധിമുട്ടി, അതുകൊണ്ട് നബിയെ മഴ നിൽക്കാൻ വേണ്ടി അവിടുന്ന് ദുആ ചെയ്യണം. അപ്പൊ നബി ദുആ ചെയ്തു, അപ്പൊ മഴ നിന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മറ്റൊരാളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്ന സ്വാലിഹീങ്ങളോട് അല്ലെങ്കിൽ തഖ്വയുള്ള ആളുകളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്ത് നാൾ ഇറങ്ങി വരുന്ന രംഗത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഈസാ നബി മരണപ്പെട്ടിട്ടില്ല, ഈസാ നബി ജീവിച്ചിരിക്കുകയാണ്. ഈസാ നബി ഖിയാമത്ത് നാളിൽ ഇറങ്ങി വരും. നബി ഇറങ്ങുമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈസാ നബിയുടെ ഭാഷ സംസാരിക്കുന്നവരുള്ളത് ലോകത്ത്. ആ ഈസാ നബി ഇറങ്ങി വന്നിട്ട് ഈസാ നബി നീതിമാനായ ഭരണാധികാരിയായി വാഴും. ഈസാ നബി നീതിമാനായ ഭരണാധികാരിയാകുമെന്ന് അർത്ഥമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാണ്, ഈസാ നബിയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട കുരിശുകൾ അദ്ദേഹം തകർക്കും, പന്നികളെ അദ്ദേഹം കൊല്ലും, അതുപോലെ തന്നെ പക ജനങ്ങൾക്കിടയിലുള്ള പക നീക്കിക്കളയും. അതുപോലെ അദ്ദേഹത്തിന്റെ മുന്നിൽ സമ്പത്ത് കൊണ്ടുവന്ന് വെക്കും. പക്ഷേ ഈസാ നബി ആ സമ്പത്ത് സ്വീകരിക്കുകയില്ല. പിന്നെ ഈസാ നബി എന്റെ കബറിന്റെ അടുക്കൽ വന്ന് യാ മുഹമ്മദ്, ഓ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാൻ ഈസാ നബിക്ക് ഉത്തരം നൽകും. ഈസാ നബിക്ക് ഞാൻ ഉത്തരം നൽകും. ഈസാ നബിയുടെ ആ വിളി ഞാൻ കേൾക്കുമെന്ന് മുഹമ്മദ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടു. വല്ലദീ നഫ്സു അബിൽ ഖാസിം ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, ലയൻസിലന്ന ഈസ ഇബ്നു മറിയം ഇമാമൻ മുഖ്സിതൻ വഹകമൻ അദില, ഈസാ നബി അലൈഹിസ്സലാം നീതിമാനായ ഭരണാധികാരിയായി ഇമാമായി ഇറങ്ങി വരും. ഫലയുകസ്സിറന്ന സലീബ, കുരിശുകൾ തകർക്കും. വലയഖ്തലനൽ ഖിൻസീറ, പന്നികളെ കൊല്ലും. വലയുസ്ലിഹന്ന ദാത്തൽ ബൈൻ, പരസ്പരമുള്ള പകകൾ ഭിന്നിപ്പുകൾ അവസാനിപ്പിക്കും. വലയുദ്ഹിബന്ന ശഹനാ, അതേപോലെ പോരുകൾ അവസാനിപ്പിക്കും. വലയുരിലന്ന അലൈഹിൽ മാൽ ഫലാ യഖ്ബലുഹു, ഈസാ നബി അലൈഹിസ്സലാമിന് മുമ്പിൽ സമ്പത്തുകൾ പ്രദർശിപ്പിക്കപ്പെടും, പക്ഷേ അദ്ദേഹം അത് സ്വീകരിക്കില്ല. സുമ്മലയിൻ കാമാല ഖബരി, എന്നിട്ട് എന്റെ ഖബറിനരികിൽ വന്ന് ഫഖാല യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ലാ ജബ്തുഹു, ഞാൻ അദ്ദേഹത്തിന് ഉത്തരം നൽകും. അൽബാനിയിൽ നിന്ന് അൽബാന്റെ സിൽസില എന്ന് അവർ വായിച്ചപ്പോ ഹനീഫ് മൗലവി പറഞ്ഞത്, നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ 2 ന്യൂനത ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിലുണ്ട് എന്നല്ല മൂപ്പര് പറഞ്ഞിട്ടില്ല. ഹനീഫ് മൗലവി പറഞ്ഞത് നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഉണ്ട് എന്നാണ്. മൂപ്പര് ആ സിൽസിലയിൽ ഉണ്ട് എന്നേ മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ. ആ ഹദീസിനെ പറ്റിയാണെന്ന് വ്യക്തമായി മൂപ്പര് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ വാക്കുകള് അങ്ങനെയാണ്. നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഉണ്ട്, ന്യൂനത ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഹദീസിനെ പറ്റിയാണെന്ന് അങ്ങനെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് മൂപ്പര് പറഞ്ഞിട്ട്, ഷെയ്ഖ് അൽബാനി അതിൽ ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ താഴെയുള്ള ഹദീസിനെ പറ്റിയാണ് ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞത്. ഷെയ്ഖ് അൽബാനി അതിൽ ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ താഴെയുള്ള ഹദീസിനെ പറ്റിയാണ് ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞത്. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചു കേട്ടാ മനസ്സിലാവും. അവിടെ നിന്നാണ് തുടക്കം. മജ്മഉ സവായിദ് 2, അബൂ യഅല 3. ഇനി അടുത്തത് വരാൻ പോകുന്നത് നിങ്ങളുടെ സ്വന്തം അൽബാനി. അൽബാനിയുടെ സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ, സ്വഹീഹായ ഹദീസുകൾ മാത്രം പറയുന്ന ഗ്രന്ഥം.
ആ ഗ്രന്ഥത്തിലതാ പറയുന്നു കേട്ടോ. ഇതിന്റെ 2733 ഹദീസ്. എന്നിട്ട് എന്താ അൽബാനി പറഞ്ഞത് കേട്ടോ? അഖ്റജഹു അബൂ യഅ്ല ഫീ മുസ്നദിഹി. ഈ ഹദീസിനെ അബൂ യഅ്ല മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സദസ് അഹ്മദ് ഇബ്നു ഈസ അഖ്ബറനാ ഹദതനാ ഇബ്നു വഹബ് അൻ നബി സഖർ അൻ സഈദ് അൽ മഖ്ബൂരി റളിയല്ലാഹു അൻഹു അഖ്ബറഹു അന്നഹു സമിഅ അബൂ ഹുറൈറ എന്ന് പറഞ്ഞിട്ട് സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നു. ഖുൽതു അൽബാനിയാണ് പറയുന്നത് വഹാദാ ഇസ്നാദുൻ ജയ്യിദുൻ. ഇത് ഏറ്റവും നല്ല ഇസ്നാദാണ്. പോരാ, റിജാലുഹു കുല്ലുഹും തിഖാത്ത്. ഇതിന്റെ പരമ്പരയിലെ മുഴുവൻ ആളുകളും വിശ്വസ്തരാണ്. പോരാ, ആരെങ്കിലും ആരോപിച്ചാൽ നിങ്ങൾ വിടുന്നില്ല. റിജാലു ശൈഖൈനി, ബുഖാരിയിലും മുസ്ലിമിലുമുള്ള റിജാലാണ്. ആരൊഴികെ? അഹ്മദ് അബൂ സഖർ ഒഴികെ. അദ്ദേഹമോ ഫമിൻ റിജാലി മുസ്ലിം, മുസ്ലിമിന്റെ റാവികളിൽപ്പെട്ട ആളാണ്. നിങ്ങളുടെ അൽബാനി തന്നെ പറഞ്ഞു. ആരാണ്? അബൂ യഅ്ല ഇമാം പറയാണ്, അഹ്മദ് ഇബ്നു ഈസ എന്നോട് പറഞ്ഞു, അഹ്മദ് ഇബ്നു ഈസ ബുഖാരിയുടെ റാവികളിൽപ്പെട്ട ആളാണ്, ഏറ്റവും വിശ്വസ്തനാണ്. ആരാ പറയുന്നത്? അൽബാനിയാണ് പറയുന്നത്, ഞാനല്ല. 2 ഇബ്നു വഹബ്, അദ്ദേഹം ബഹുമാനപ്പെട്ട ഇബ്നു വഹബ് എന്ന മഹാൻ ബുഖാരിയുടെ ഉസ്താദാണ്, മുസ്ലിമിന്റെയും ഉസ്താദാണ്, ലോകത്ത് തർക്കമില്ല. പിന്നെ ആരാണ് പറഞ്ഞത്? അബൂ സഖർ. അബൂ സഖർ എന്ന് പറയുന്നത് മുസ്ലിമിന്റെ ഉസ്താദാണ്, ലോകത്ത് തർക്കമില്ല. സഈദുൽ മഖ്ബൂരിയാണ് വേറെ ഒരു റാവി, അദ്ദേഹം സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ആളാണ്, തർക്കമില്ല. ഇത്ര സ്വഹീഹായ ഹദീസുകളെ കുറിച്ചല്ലേ ന്യൂനതണ്ട് എന്ന് പറഞ്ഞത്? ഇതാണ് മുജാഹിദുകളുടെ സ്വഭാവം. ഇത് വരട്ടെ. ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഹൈസമി ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, റിജാലുഹു റിജാലുസ് സ്വഹീഹ്. ഇതിന്റെ പരമ്പര വളരെ സ്വീകാര്യോഗ്യമായ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുള്ള ആളുകളുടെ പരമ്പര കൊണ്ട് സ്ഥിരപ്പെട്ട ഹദീസാണ്. മജ്മഉ സവായിദ് കയ്യിൽ പിടിച്ചിട്ടാണ് പറയുന്നത്. ഇതിന്റെ 211 പേജ്, 8ാമത്തെ വാള്യം. ഈ ഹദീസ് സ്വീകാര്യോഗ്യമാണെന്ന് അല്ലാമ ഹാഫിദുൽ ഹൈസമി. ഒരു പ്രവാചകൻ, വഹയുള്ള പ്രവാചകൻ, ഇനി വിളിക്കാൻ കൽപ്പിക്കുകയും അത് കേൾപ്പിക്കാൻ അല്ലാഹുവാണ് ഏൽക്കുന്നത്. പ്രവാചകനോട് ഏൽക്കുന്നത്, കേൾപ്പിക്കാം എന്ന് ഏൽക്കുന്നത് ആരാ? വിളിക്കി എന്ന് ഉത്തരവ് കൊടുക്കുന്ന അല്ലാഹുവാണ്. ആ അല്ലാഹു കേൾപ്പിക്കാം എന്ന് ഏറ്റാൽ ഈ വിളിക്കുന്ന സ്ഥലത്ത് എവിടെ ഈ ഇബാദത്ത്, ഈ ദുആ വരുന്നത്? ആ അല്ലാഹു കേൾപ്പിക്കാം എന്ന് ഏറ്റാൽ ഈ വിളിക്കുന്ന സ്ഥലത്ത് എവിടെ ഈ ഇബാദത്ത്, ഈ ദുആ വരുന്നത്? ആ അല്ലാഹു കേൾപ്പിക്കാം എന്ന് ഏറ്റാൽ ഈ വിളിക്കുന്ന സ്ഥലത്ത് എവിടെ ഈ ഇബാദത്ത്, ഈ ദുആ വരുന്നത്?